ഇന്ന് എസ്തെറ്റിക് ലൈഫ് എത്തിയിട്ടുള്ളത് ഇൻസ്പയർ ബ്യൂട്ടി സലൂണിലാണ്, കരമനയുള്ള. മൂക്കിനൊരു ഗ്ലോ കിട്ടും, പിന്നെ ഇവിടെ ചീക്സ് ഒക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും, നല്ല റോസാ പൂക്കവളം എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഇരിക്കും. സ്റ്റൈലായിട്ടുള്ള കണ്ണിൻ്റെ സഡൻലി ഉള്ള ഒരു മേക്കപ്പാണ്. ഇതാവുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് വെക്കാം, ഭയങ്കര ഒത്തിരി ഉള്ളതുപോലെ തോന്നിക്കും. ട്രഡീഷണൽ മേക്കപ്പ് ലുക്ക് ആൻഡ് ഹെയർ സ്റ്റൈലാണ് ചെയ്യുന്നത്. ഹായ് സന്ധ്യ ചേച്ചി. ഹായ്. അപ്പൊ നമ്മുടെ മോഡൽ ഉണ്ട്, റെഡിയാണ്. എന്താണ്, ചെറിയൊരു മേക്ക് ഓവർ ചെയ്യണം അല്ലെ? ചെറിയൊരു മേക്ക് ഓവർ. എന്താണ് മോഡലിന്റെ പേരെന്താ? രമ്യ. ഓക്കെ, രമ്യ എന്ത് ചെയ്യുന്നു? ഞാൻ അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. എന്താണ് ഫസ്റ്റ് ചെയ്യുന്ന? എന്താണ് ഫേസിൽ? ഫേസ് ബേസ് ചെയ്തിട്ടുണ്ട്, ആക്ച്വലി ചെറിയൊരു ബേസ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്കിനി കണ്ണ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. നമ്മൾ ട്രഡീഷണലാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് വലിയ സ്റ്റൈലായിട്ടുള്ള കണ്ണിൻ്റെ സഡൻലി ഉള്ള ഒരു മേക്കപ്പാണ്. കളേഴ്സ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ന്യൂഡ് കളേഴ്സ്. ഐഷാഡോ കഴിഞ്ഞു, ഇനി ഐബ്രോസിന്റെ ഷേപ്പിംഗ് ആണ്. കണ്ണ് നമുക്ക് കുറച്ച് വാലിട്ട് എഴുതി കൊടുക്കാം. പണ്ടത്തെ ആൾക്കാർ അങ്ങനെയല്ല എഴുതുന്നത്. ഐലാഷസ് ആഡ് ചെയ്യുമ്പോൾ കണ്ണ് കുറച്ച് വിടർന്നതായി നമുക്ക് ഫീൽ ചെയ്യും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഫൗണ്ടേഷനിലേക്കാണ് കടക്കുന്നത്. സ്കിൻ കളർ ഫൗണ്ടേഷൻ തന്നെ യൂസ് ചെയ്യാൻ നോക്കുക, അപ്പോൾ ഓവർ മേക്കപ്പ് ലുക്കായി തോന്നില്ല കേട്ടോ. അതാണിപ്പോൾ നമ്മുടെ സന്ധ്യ ചേച്ചി ചെയ്യുന്നത്. പുള്ളിക്കാരിയുടെ സെയിം ടോണ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ കൂടുതൽ വെളുപ്പിക്കുന്നൊന്നുമില്ല. നമുക്കൊന്ന് ചെറിയൊരു കോണ്ടൂർ കൊടുക്കാം. ചെറിയൊരു ബ്ലഷ്, ഇനി അടുത്ത് നമ്മള് ലിപ്പാണ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ലിപ്പിലോട്ട്. ഇതിപ്പോ ഏത് ഷെയ്ഡാണ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു ലൈറ്റ് ഷെയ്ഡ്, നമ്മൾ ലൈനർ കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ ഒരു ന്യൂഡ് ഷെയ്ഡ് ആണല്ലോ എല്ലാവർക്കും ഇഷ്ടം, പക്ഷെ ട്രഡീഷണൽ ന്യൂഡ് ഷെയ്ഡ് ചേരത്തില്ല. ഓക്കെ, അതാണ് കേട്ടോ. ട്രഡീഷണൽ ആവുമ്പോൾ ന്യൂഡ് ഷെയ്ഡ് അല്ല ചേരുന്നത്, കുറച്ച് ഡാർക്ക് ഷെയ്ഡ്സ് യൂസ് ചെയ്യണം അല്ലേ? എന്നാൽ ഭയങ്കര ഡാർക്കും അല്ല. നമുക്കിതിനൊക്കെ എത്ര സമയം എടുക്കുമായിരിക്കും? നമ്മളൊരു മാക്സിമം ഒരു മേക്ക് ഓവർ നമുക്ക് പെട്ടെന്നൊരു കല്യാണത്തിനൊക്കെ പോകണം, അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ ഒരു മേക്കപ്പിന് എത്ര ടൈം എടുക്കുമായിരിക്കും? ശരിക്കും പറഞ്ഞാൽ സ്വന്തമായിട്ട് ഒരുങ്ങുമ്പോൾ, ഇപ്പം മേക്കപ്പ് ഒന്നും അറിയത്തില്ല, സ്വന്തമായിട്ട് ഒരുങ്ങുന്ന എൻ്റെ ഒരു അനുഭവം വെച്ച് പറയാണ്. ഇവിടെ വരുന്ന ആൾക്കാർ നമ്മളോട് പറയും ഇത്രയും വേണ്ട, മേക്കപ്പ് ഇത്രയും വേണ്ട, അങ്ങനെയൊക്കെ പറയും. പക്ഷെ ശരിക്കും പറഞ്ഞാ നിങ്ങള് വീട്ടിൽ വെച്ച് ഒരുങ്ങാന്ന് വെച്ചോ,
അത് കൂടിപ്പോയി ഇത് കൂടിപ്പോയി എന്ന് പറഞ്ഞ് നിങ്ങൾ ട്രയലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ. ആ ഇതല്ലാതെയാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ മേക്കപ്പ് കഴിയും. ഇനി അടുത്ത് പൊട്ടാണല്ലേ? പണ്ടുള്ള ആൾക്കാർ എപ്പോഴും ഒരു മെറൂൺ പൊട്ട്, ഒരു റെഡ് അങ്ങനെയൊക്കെയല്ലേ പോകുന്നത്. അതെ. അപ്പം ആ ലുക്കിന് ഓക്കെ. ഇനി ഹെയർ ആണല്ലേ? ഇനി ഹെയർ. മേക്കപ്പ് ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഈ ഒരു ലൈറ്റ് മേക്കപ്പ് ആണ് ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, നേരത്തെ പറഞ്ഞു ബ്ലഷ് ചെയ്തപ്പോൾ മൂക്കിലും കൂടി ചെയ്യാറുണ്ട്. അത് നമ്മുടെ ഇൻസ്പയറിലെ സന്ധ്യ ചേച്ചിയുടെ ഒരു സ്പെഷ്യൽ ഒരു ട്രിക്കാണ്. മൂക്കിലും കൂടെ ചെയ്യുമ്പോൾ കുറച്ച് മൂക്കിനൊരു ഗ്ലോ കിട്ടും അല്ലേ? അതെ അതെ, മൂക്കിനൊരു ഗ്ലോ കിട്ടും. പിന്നെ ഇവിടെ ചീക്സ് ഒക്കെ നല്ല ഗ്ലോ ആയിട്ടിരിക്കും. നല്ല എന്താ പറയുക, റോസാപ്പൂക്കവളം എന്നൊക്കെ പറയില്ലേ, അതുപോലെയൊക്കെ ഇരിക്കും എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് അത് ചെയ്തിരിക്കുന്നത്. പണ്ടത്തെ അമ്മമാരും അമ്മൂമ്മമാരൊക്കെ ബാക്കിൽ ഇങ്ങനെ വടയൊക്കെ കെട്ടി വയ്ക്കുന്ന ഒരു ടൈപ്പ് അല്ലേ, അതാണ് പുട്ടപ്പ് ചെയ്ത് വെക്കുന്ന ഒരു ടൈപ്പ് ഹെയർ സ്റ്റൈലാണ് മോസ്റ്റ് ഓഫ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ പുട്ടപ്പ് ചെയ്ത് വെക്കാനാണ് ഇപ്പോൾ പോകുന്നത്. ഈ ബാൻഡ് ഇങ്ങനെ എടുത്തിട്ട് പലർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ ഇങ്ങനെയാണ് ചെയ്യാറ്. 2 സ്ലൈഡ് ബോബിൻ പിന്ന് 2 സൈഡിൽ കൊടുത്തിട്ട് ചെറിയ ബോബിൻ പിൻ കൊടുത്തിട്ടാണ്. അപ്പം നല്ല ബലമായിട്ടിരിക്കും, പോവത്തേ ഇല്ല. പുട്ടപ്പിന് ഏറ്റവും നല്ലത് ശരിക്കും നമ്മൾ പൂവൊക്കെ വെച്ച് കഴിയുമ്പോൾ ഒരു ബലക്കുറവ് തോന്നും. ഇപ്പം നല്ല ടൈറ്റ് ആവും. നിറയെ ഹെയർ ഉള്ള ആൾക്കാർക്കും നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ബലമായിട്ടിരിക്കും, പോകത്തില്ല. ഒത്തിരി മുടി ഇങ്ങനെ നിറയെ ഹെയർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനൊന്ന് ജസ്റ്റ് പിന്നിട്ട് ഇങ്ങനെ അങ്ങ് ചുറ്റിയാൽ മതി. ഇതിൽ ഹെയർ ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് ഇങ്ങനെ തന്നെ ചുറ്റും. ഇത് നമുക്കിപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമോ? സൂപ്പറായിട്ട് ചെയ്യാം അല്ലേ? ശരിക്കും ഞാനിവിടെ വരുന്ന അമ്മമാരൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഗസ്റ്റ് മേക്കപ്പിനൊക്കെ വരത്തില്ലേ, അപ്പം ഞാനിങ്ങനെ ചെയ്യാൻ പറഞ്ഞു കൊടുക്കും. കാരണം അവർക്കൊക്കെ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഒരു പിടിയുമില്ല. മുമ്പത്തെ ആ വട വെച്ചിട്ട് കെട്ടുന്ന സമയം, ഇതിപ്പോ നമുക്ക് ഡോണറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് വട പോലെ അല്ലല്ലോ, കുറച്ചുകൂടെ കംഫർട്ടാണ് ഇത്, വെയിറ്റ് ഇല്ല. അമ്മമാർക്കും ടീനേജുകാർക്കും എല്ലാവർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ചേച്ചി ഇപ്പോൾ ഈ ഒരു ഇതിലൂടെ കാണിച്ചത്. സന്ധ്യ ചേച്ചി ഇതിന്റെ ഒരു ബണ്ണുണ്ട് ഇതിനകത്ത്, ഈ ഒരു ഡോണറ്റ് അല്ലേ? ഡോണറ്റ് ഇത് നമുക്ക് എങ്ങനെ എവിടുന്ന് കടയിലെല്ലാം കിട്ടും? 60 രൂപ 50 രൂപ അത്രേ ഉള്ളൂ. ഇതിന് വലിപ്പം ഉള്ളത് കൊണ്ട് ഇച്ചിരി കുറച്ച് മുടിയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വലിപ്പത്തിലുള്ളത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നിറയെ മുടി ഉള്ളത് പോലെ തോന്നി ഫീൽ ചെയ്യും. ഇത് നെറ്റ് നെറ്റും കൂടെ വെച്ച് സെക്യൂർ ആക്കാം. നെറ്റ് വെക്കണം എന്നില്ല, എന്നാലും മുടി ഒന്ന് പിരിന്നു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നെറ്റ് യൂസ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ പെൺകുട്ടികൾക്ക് ഇതുപോലത്തെ സ്റ്റൈല് വെക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നെറ്റും കൂടി വെച്ച് കഴിഞ്ഞാൽ മുടി പെട്ടെന്ന് പിരിന്നു. പിന്നെ നമ്മൾ ഈ പൂവൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിലേ നമുക്ക് ഈ യൂപ്പിന് വെക്കുമ്പോൾ ഇതിൽ കുറച്ചുകൂടെ സെക്യൂർ ആയിട്ടിരിക്കും ഈ നെറ്റ് ഉണ്ടെങ്കിൽ. നമ്മളിന്ന് അരളിയാണ് വാങ്ങിച്ചത്, അരളിപ്പൂ അല്ലേ? ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുല്ലപ്പൂവിനൊക്കെ ഇച്ചിരി വില കൂടി നിൽക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ ശരിക്കും ഒരു ഷൂട്ടിന് ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ്. പക്ഷെ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. വെള്ള അരളിയിൽ ഈ സെയിം സാധനത്തിൻ്റെ വെള്ള അരളിയുണ്ട്, വെള്ള കളറ്. അത് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോയ്ക്ക് നമ്മളെ മുല്ലപ്പൂ വെച്ചതുപോലെ തന്നെ ഉണ്ടാവും. ഞാനതിൽ എനിക്ക് തോന്നുന്ന ഒരു 3-4 മുഴമൊക്കെ കെട്ടിയിട്ട് അങ്ങനെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രൈഡൽ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റില്ല. നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പിന്നെ നമുക്ക് ഒത്തിരി പൂ ഇങ്ങനെ വെക്കുകയും ചെയ്യാം. കാരണം മുല്ലപ്പൂ ഭയങ്കര ചെറുതല്ലേ,
ഇതാവുമ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിട്ട് വെക്കാം, ഭയങ്കര ഒത്തിരി ഉള്ളതുപോലെ തോന്നിക്കും. ടിപ്പാണോന്നൊന്നും അറിയത്തില്ല, ശരിക്കും പറഞ്ഞ് പരീക്ഷിച്ചിട്ടുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. നമുക്ക് ഇങ്ങനെ ഒരു സാധനം കൂടെ വെച്ച് കൊടുക്കാവേ. നെറ്റ് വെച്ചിട്ടുള്ളത് കൊണ്ടേ ഇതിലങ്ങ് ഇരുന്നോളും. വേണമെങ്കിൽ ഇതിൻ്റെ അകത്തൊരു സ്ലൈഡും കൂടെ കൊടുക്കാം, പക്ഷെ ഇരുന്നോളും. നമുക്കിനി ഫ്രണ്ടും കൂടെ ഈ മുടിയിൽ നമ്മൾ ഈ സ്പ്രേ ചെയ്യുമല്ലോ, സ്പ്രേ ചെയ്യുന്നോണ്ടാണല്ലോ അത് ഹമ്പ് ചെയ്ത് നമുക്ക് വെക്കാൻ പറ്റുന്നത്. അതെ. അപ്പൊ ഈ സ്പ്രേ ചെയ്യുന്നത് നമുക്ക് എങ്ങനെ ഇത് മാറ്റാം പിന്നീടാവുമ്പോൾ? എന്താണ് യൂസ് ചെയ്യേണ്ടത് മാറ്റാൻ വേണ്ടിയിട്ട്? ഒരു കാര്യം, നമ്മുടെ ഷൈനിങ് സ്പ്രേ വേണം. ഷൈനിങ് സ്പ്രേ നമ്മളിപ്പം ഇവിടെ ഇങ്ങനെ നമ്മൾ ബാക്ക് കോംബ് ചെയ്യുന്നുണ്ട്, ആ ബാക്ക് കോമ്പിൽ തന്നെ ഷൈനിങ് സ്പ്രേ അടിച്ചിട്ട് നമ്മൾ തിരിച്ചങ്ങ് കോംബ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങ് റെഡിയാവും. പിന്നെയുള്ളൊരു കാര്യം ഓയിൽ തേക്കുക, ഇളക്കുക. ഓയിലാണ് അല്ലേ? അത് മാത്രമല്ല ഇത് ഭയങ്കര ദോഷമല്ലേ? ഇല്ല, നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ. മേക്കപ്പ് ആയാലും ഒന്നും നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നില്ലല്ലോ. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമുക്കൊരു ഇങ്ങനെ ഒരു ഷൈനിങ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മളിങ്ങനെ കൈ വെക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും കണ്ട. മറ്റേ നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇളകാതെ. സ്പ്രേ ചെയ്തു, ഹംപ് ചെയ്തു, ബാക്ക് കോംബ് ചെയ്തിട്ടാണ് സ്ലൈഡ് വെച്ചത്. സോ ഇപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷ് ആയിട്ടുണ്ട്. ഒരു സിമ്പിൾ ട്രഡീഷണൽ മേക്കപ്പ് ലുക്കാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മേക്കപ്പ് എല്ലാം കഴിഞ്ഞു അല്ലേ? സോ ഫൈനൽ ലുക്ക് ഇസ് ദിസ്. ഇനി പുതിയൊരു ട്രെൻഡുമായി എസ്തെറ്റിക് ലൈഫ് വീണ്ടും എത്തും. താങ്ക് യു.